10 വർഷമായി ജീവിക്കാൻ സമ്മതിക്കാതെ കേസും വഴക്കുമായി 10-30 കൊല്ലമായി സ്വസ്ഥത നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പ്രായമായി, ഇതൊക്കെ തീർന്നിട്ട് മരിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഞാൻ ആരോടാ പറയുന്നതെന്നും എനിക്ക് തിട്ടമില്ല. പരിശുദ്ധാത്മാവിൽ പറയാം, ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. ഉദാസീനതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കരുത്, ഉദാസീനതയോടെ പ്രാർത്ഥിക്കരുത്. എൻ്റെ തലമുറയുടെ നന്മ കാരണം അവളിലേക്ക് ആ കൃപ മടങ്ങി വരണം, ആ വിശ്വാസം മടങ്ങി വരണം, അവർ സഭയിൽ വരണം. എന്നിട്ട് ഇനി ഞാൻ ഇന്നത് ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനമെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം ഇതുപോലത്തെ ഒരു അധ്യായമാണ്. ഒരു ദർശനമോ സ്വപ്നമോ ദാനിയേൽ കണ്ടു. ആ കാര്യം വലിയ കഷ്ടത്തിലാണെന്ന് ദാനിയേലിന് മനസ്സിലായി. ഒരു ലാഘവത്തോടെ വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്, എല്ലാവരും വരണമെന്ന് പറയല്ലേ ചെയ്തത്. ആരോടും പറഞ്ഞില്ല. അദ്ദേഹം തീരുമാനമെടുത്തു. എന്ത് തീരുമാനം? സ്തോത്രം, എണ്ണ തേച്ചില്ല, കുളിച്ചില്ല, ആഹാരത്തിൽ പലതും മാറ്റി തീരുമാനമെടുത്ത് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തനിക്ക് പിടികിട്ടാത്ത കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ. എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ കഷ്ടം കയറി വന്നു? എന്തുകൊണ്ട് ഭക്തരായിരുന്ന ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു? ഇതിനെക്കുറിച്ച് കൈനോട്ടക്കാരൻ്റെ അടുക്ക പോകുന്നത് പോലെ നിങ്ങൾ തെക്ക് വടക്ക് നടന്നാൽ വെളിപ്പെടിയേല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് എന്ത് പറ്റി, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത് തീരുമാനത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗം മറ നീക്കും. ദൈവം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. നീ തകർന്നു പോയത് എവിടാണെന്ന് ദൈവം വെളിപ്പെടുത്തും. തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് നഷ്ടപ്പെട്ടതും മടക്കി കൊണ്ടുവരും ദൈവം. ആരുടെയോ കസ്റ്റഡിയിൽ വെച്ചിരുന്നത്, ഇസ്രായേലിന്റെ ഏറ്റവും മഹത്വമായിരുന്നത്, അത് ദൈവം മടക്കി വരുത്തിയത് ഒരു കമ്മിറ്റിക്കാരുടെ ദൃഢപ്രതിജ്ഞ കൊണ്ടല്ല. സ്തോത്രം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഒരു രാജ്യമല്ലേ, അങ്ങനെ ഒരു അന്വേഷണ വിഭാഗത്തെ സ്തോത്രം സംഘടിപ്പിച്ച് രഹസ്യാന്വേഷണം നടത്തിയത് കൊണ്ടല്ല. രാഷ്ട്രത്തലവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് മടങ്ങി വരുന്നു. നമ്മളൊരു കൊച്ചു കുടുംബത്തിരുന്നോണ്ടത് കേൾക്കുന്നത്. രാജ്യമൊക്കെ ഒന്ന് വിട്, നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഗ്രഹനാഥൻ എന്ന നിലയ്ക്ക് ആരോടും പറയണ്ട, ആരും അറിയണ്ട. ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കണം. ആ തീരുമാനത്തോടെ പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ടത് ദൈവം മടക്കി തരും. പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടാൻ, സ്തോത്രം, പ്രാർത്ഥനയുടെ ആക്കം വർദ്ധിപ്പിക്കാൻ തീരുമാനത്തോടെ പ്രാർത്ഥിക്കണം.